വാട്ട് ആർ ദി അതർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്? ഫോർ എക്സാമ്പിൾ, നമുക്കിത് ഏതൊക്കെ ക്യാൻസറുകളാണ്, ഫോർ എക്സാമ്പിൾ ഒരു ഇൻഫെക്ഷൻ റിലേറ്റഡ് ക്യാൻസേഴ്സ് ഒക്കെ ഏതാണ്? ലൈക്ക് നമ്മളിപ്പോൾ ഒരു HPV വൈറസ് ക്യാൻ കോസ്, അപ്പോൾ ചില ഇൻഫെക്ഷൻസ് ക്യാൻ കോസ് ക്യാൻസർ. H. pylori ക്യാൻ കോസ് ക്യാൻസർ. സോ ഹൗ മച്ച് ഓഫ് ദാറ്റ് ഈസ് ട്രൂ? ലൈക്ക് നിങ്ങൾ അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ വാട്ട് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് നമ്മളെ സർവൈക്കൽ ക്യാൻസേഴ്സ് ആൻഡ് ഓൾ? ഇൻഫെക്ഷൻ പറയുമ്പം മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസം HPV ആണ്. അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയും. അത് യൂഷ്വലി ഉണ്ടാക്കുന്ന അത് മൾട്ടിപ്പിൾ ക്യാൻസേഴ്സ് ഉണ്ടാക്കും. കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് സെർവൈക്കൽ ക്യാൻസർ, രണ്ടാമത്തേത് ഓറോഫാരിഞ്ചൽ ക്യാൻസേഴ്സ്, മൂന്നാമത്തേത് ആനൽ ക്യാൻസേഴ്സ്. ഇങ്ങനെ പിന്നെ പെനൈൽ ക്യാൻസേഴ്സും ഇത് ഉണ്ടാക്കാം. ഇങ്ങനെ 4 മേജർ ക്യാൻസേഴ്സാണ് ഈ HPV റിലേറ്റഡ് ആയിട്ട് കോമൺ ആയിട്ട് കാണുന്നത്. അല്ലാതെ ഉള്ള ക്യാൻസേഴ്സ് ഉണ്ട്, ലൈക്ക് കാപ്പോസി സാർക്കോമ എന്നൊക്കെ പറഞ്ഞ റെയർ ആയിട്ടുള്ള ക്യാൻസേഴ്സും ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേരളത്തിൽ കാണുന്ന സെർവിക്കൽ ക്യാൻസറാണ്. അത് ഒരു അറൗണ്ട് 99% HPV റിലേറ്റഡ് ആണ്. HPV ഇൻഫെക്ഷൻ കാരണമാണ് ഈ സെർവിക്കൽ ക്യാൻസർ. അതൊരു വൈറസാണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തന്നെ ഈ വൈറസ് ആയതുകൊണ്ട് അതിന് വി ഹാവ് വാക്സിൻസ്. ആ വാക്സിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസേഴ്സാണ്. വെസ്റ്റേൺ കൺട്രീസിലൊന്നും ഈ ക്യാൻസർ ഭയങ്കര റെയർ ആയിട്ടേ കാണുള്ളൂ. രണ്ടാമത്തത് പ്രോപ്പർ ഹൈജീൻ. യൂഷ്വലി അത് മെയിൽസിലാണ് കിട്ടുക. സർക്കംസൈസ് ആയിട്ടുള്ള മെയിൽസിൽ യൂഷ്വലി അവിടെ HPV കോളനൈസേഷൻ ഉണ്ടാവും. അത് ഫീമെയിൽസിൽ കിട്ടും. ഫസ്റ്റ് ഇൻ്റർകോഴ്സിൻ്റെ സമയത്താണ് കിട്ടുക. അപ്പം നമ്മുടെ വാക്സിൻ ഫസ്റ്റ് ഇൻ്റർകോഴ്സിൻ്റെ മുമ്പ് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് വന്ന ഇൻഫെക്ഷൻ അത് കില്ല് ചെയ്യില്ല ഈ വാക്സിൻസ്. ഈ ഇൻഫെക്ഷൻ വരാതെ അത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പം ഫസ്റ്റ് ഇൻ്റർകോഴ്സിൻ്റെ മുമ്പേ യൂഷ്വലി 9 to 14 ഇയേഴ്സ് ആകുമ്പോൾ നമ്മൾ വാക്സിൻ റെക്കമെൻഡ് ചെയ്യും. സിംഗിൾ ഡോസാണ്, അത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അത് യൂഷ്വലി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ക്യാൻസറാണ്. പിന്നെ അതിന് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് വരാതിരിക്കാൻ വരുന്നതിന് മുമ്പ് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് സ്ക്രീനിങ് എന്ന് പറയും. പാപ്സ്മിയർ ടെസ്റ്റ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ. ചീപ്പായിട്ടുള്ള എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണത്. മെജോറിറ്റി ആൾക്കാർ അതിനെപ്പറ്റി അവെയർ എല്ലാം തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്ര സ്ക്രീനിങ് ഈ കേരളത്തിൽ ഭയങ്കര കുറവായിരിക്കും. കാരണം പക്ഷേ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഫെക്ഷൻ കിട്ടിയിട്ട് അറൗണ്ട് ഈ ക്യാൻസറിൻ്റെ ഇത് തുടങ്ങിയിട്ട് അറൗണ്ട് 15 വർഷമൊക്കെ എടുക്കും ഇത് പ്രോപ്പർ ക്യാൻസറായിട്ട് വരാൻ. അതിൻ്റെ ഇടയ്ക്കുള്ള കാർസിനോമ ഇൻസിറ്റു അങ്ങനത്തെ സ്റ്റേജിൽ നമ്മൾ ഈ പാപ്സ്മിയർ വെച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ചെറിയ അവിടെ കോളനൈസേഷൻ അങ്ങനെ അല്ലെങ്കിൽ കോൾപോസ്കോപ്പി വെച്ച് ചെയ്തിട്ട് ലീപ്പ് അങ്ങനത്തെ മൈനർ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ക്യൂർ ചെയ്യാൻ പറ്റും. അത് ക്യാൻസർ സ്റ്റേജിലേക്ക് പോകുന്നു. അപ്പം പിന്നെ നമുക്ക് കൂടുതൽ കാണുന്നത് ആണ് ഹെപ്പറ്റൈറ്റിസ് B റിലേറ്റഡ് ആയിട്ടുള്ള ലിവർ ക്യാൻസേഴ്സ്. അതും നമുക്ക് വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാൻസറാണ്. ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻസ് ഇപ്പം എല്ലാ ചൈൽഡ്ഹുഡ് വാക്സിനേഷൻ പ്രോഗ്രാമിലൊക്കെ ഉള്ളതുകൊണ്ട് മിക്കവാറും എല്ലാവരും എടുക്കുന്നുണ്ടാവും ഇപ്പം. പിന്നെ നമ്മുടെ H. pylori ആണ്. അതും നമുക്കത് പ്രോപ്പർ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസേഴ്സാണ്. കുറേ ക്യാൻസേഴ്സൊക്കെ പ്രിവെൻറ്റബിൾ ആണ് അർത്ഥം. അതായത് ഇപ്പോൾ ഇൻഫെക്ഷൻ വഴി ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ വന്നു, ക്യാൻസർ ഉണ്ടാവുന്നു എന്നുള്ള ആ ഒരു പാത്തിൽ നമുക്ക് ആക്ച്വലി ട്രീറ്റ്മെൻറ്റ്, എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണെന്നുള്ള. വാക്സിനെ കുറിച്ച് പറഞ്ഞു. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ സർവൈക്കൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തടയാം, അല്ലെങ്കിൽ കുറക്കാം എന്നുള്ളത് പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമല്ലേ? അതായത് ഇറ്റ് ഈസ് പ്രൂവൺ ബിയോണ്ട് ഡൗട്ട് അല്ലേ? പല ആൾക്കാരും വാക്സിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് ഒരു എന്താ പറയുക, ഒരു വാക്സിൻ മാഫിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആൻറ്റി വാക്സേഴ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു കുറേ ക്യാമ്പയിനൊക്കെ നടക്കുന്നതുകൊണ്ട്, അപ്പോൾ ഈസ് ഇറ്റ് പ്രൂവൺ ബിയോണ്ട് ഡൗട്ട് ദാറ്റ് വാക്സിൻ എടുത്താൽ നിങ്ങളെ ക്യാൻസർ കുറയുന്നുള്ളത് പ്രൂവൺ ആണോ? യെസ്. സെർവിക്കൽ ക്യാൻസർ ഈസ് വൺ ഓഫ് ദ പ്രൂവൺ ക്യാൻസേഴ്സ്. യു ക്യാൻ സീ ദാറ്റ് വെസ്റ്റേൺ കൺട്രീസിൽ അത് ആൾമോസ്റ്റ് ഇല്ലെന്ന് തന്നെ പറയാം. ഓക്കെ. സ്ക്രീനിങ്ങും വാക്സിനേഷനും ഇത് രണ്ടും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിൽ എന്നുള്ളതാണ്. ലോട്ട് ഓഫ് സർവൈക്കൽ ക്യാൻസേഴ്സ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. പാപ്സ്മിയർ അറ്റ് വാട്ട് ഏജ് വിൽ യു സജസ്റ്റ്? എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യണം? വാക്സിൻ നിങ്ങൾ പറഞ്ഞു 9 to 14 ഇയേഴ്സ്. പാപ്സ്മിയർ എപ്പം? സ്ക്രീനിങ് ഈവൻ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ആഫ്റ്റർ സെക്സ്വൽ ഇൻ്റർകോഴ്സിൻ്റെ ശേഷമാണ് നമ്മൾ വാക്സിനൊക്കെ എടുക്കുന്നതെങ്കിലും സ്റ്റിൽ സ്ക്രീനിങ് അഡ്വൈസബിൾ ആണ്. അത് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുക 30 years ഓഫ് ഏജിന് ശേഷം, 30 വയസ്സിന് ശേഷം. നമുക്ക് പാപ്സ്മിയർ മാത്രമാണെങ്കിൽ നമുക്ക് ഓരോ 3 വർഷം കൂടുമ്പോൾ എടുക്കേണ്ടി വരും. അതല്ല, അതിൻ്റെ കൂടെ ഒരു HPV ടെസ്റ്റിംഗ് ഉണ്ട്. ടെസ്റ്റിംഗ് കൂടെ ചെയ്യുകയാണെങ്കിൽ എവരി 5 years ചെയ്താൽ മതി. അല്ലെങ്കിൽ HPV ടെസ്റ്റിംഗ് മാത്രം ചെയ്യുകയാണെങ്കിൽ 5 years കൂടെ മാത്രം ചെയ്താൽ മതി. എവരി 5 years ചെയ്താൽ മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ നേരത്തെ കണ്ട് അതുകൊണ്ടെങ്കിൽ തന്നെ ക്യാൻസറിലേക്ക് എത്തിപ്പെടുന്ന സാധ്യതകൾ കാണാൻ പറ്റും ആൻഡ് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ലേ? ക്യാൻസറിലേക്ക് എത്തിപ്പെടുന്നത് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ ഇനി വൺ ഓഫ് ദ ലാസ്റ്റ് ഫ്യൂ ടോപ്പിക്സ്, നിങ്ങൾക്ക് ഒരു ക്യാൻസറിൻ്റെ അഗ്രസീവ്നെസ് വെച്ചിട്ട്, അതായത് ഏറ്റവും മോശപ്പെട്ട ക്യാൻസർ
അല്ലെങ്കിൽ തമ്മിൽ ഭേദം വെച്ചിട്ടുള്ള ക്യാൻസർ ഒന്ന് ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ പ്രാക്ടീസിൽ ഹൗ ഡു യു ഫൈൻഡ് ക്യാൻസേഴ്സ് ബിഹേവിങ്? എങ്ങനെയാണ് ക്യാൻസർ ബിഹേവ് ചെയ്യുന്നത്? ഏറ്റവും അഗ്രസീവ് ക്യാൻസർ ഏതാ, ഏറ്റവും നല്ല ക്യാൻസർ വേണമെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റുമോ? പൊതുവേ പറയുമ്പം എല്ലാ സ്റ്റേജ് 4 ക്യാൻസേഴ്സും ഡെഡ്ലിയാണ്. പക്ഷേ ചില ക്യാൻസേഴ്സ് നമുക്ക് പറയുകയാണെങ്കിൽ ചില ലുക്കീമിയാസ്, അക്യൂട്ട് ലുക്കീമിയാസ്, എസ്പെഷ്യലി അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയാസ്, ചില ഭയങ്കര അഗ്രസീവായിട്ടുള്ള ലുക്കീമിയാസ് ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ബ്രെയിൻ ട്യൂമർ ആയിട്ടുള്ള ഗ്ലയോബ്ലാസ്റ്റോമ എന്ന് പറയുന്നത് ഗ്രേഡ് 4 ഗ്ലയോബ്ലാസ്റ്റോമ മാൽട്ടിഫോമി. അതും വൺ ഓഫ് ദ അഗ്രസീവ് ട്യൂമറാണ്. അതിനും ഇപ്പവും ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും അത്ര ഇഫക്റ്റീവ് അല്ല ഇപ്പം. പിന്നെ നമുക്ക് കൂടുതലായി കാണുന്ന മൾട്ടിലോബാർ ലിവർ ക്യാൻസേഴ്സ്, സ്റ്റേജ് 4 പാൻക്രിയാറ്റിക് ക്യാൻസേഴ്സ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ക്യാൻസേഴ്സ്. ഏറ്റവും നല്ല പ്രോഗ്നോസ്, നിങ്ങൾക്ക് ചികിത്സിക്കാൻ താല്പര്യമുള്ള, ഇത് ചെയ്ത് ചികിത്സിച്ചാൽ നല്ല ഔട്ട്കം എന്ന് പറയുന്ന ക്യാൻസർ ഏതാ? അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറേ ക്യാൻസേഴ്സ് ഉണ്ട്. അതിലേറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള തൈറോയ്ഡ് ക്യാൻസറാണ്. നല്ല ഔട്ട്കം, അതായത് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ബി CML എന്ന് പറഞ്ഞ ബ്ലഡ് ക്യാൻസർ. അത് ആൾമോസ്റ്റ് ലൈഫ് എക്സ്പെക്ടൻസീസ് ആസ് ഓഫ് നോർമൽ പീപ്പിൾ. ദെൻ ഏർലി ബ്രസ്റ്റ് ക്യാൻസേഴ്സ്, ടെസ്റ്റിക്കുലർ ക്യാൻസർ ആൾമോസ്റ്റ് 100% നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ ഹോച്ച്കിൻസ് ലിംഫോമ, പിന്നെ മിക്ക ഏർലി കൊളോണിക് ക്യാൻസേഴ്സ്, ഇതൊക്കെ നമുക്ക് ഇപ്പം ആൾമോസ്റ്റ് 95% ക്യൂർ ആയിട്ടുള്ള ക്യാൻസേഴ്സാണ്. അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഓൾമോസ്റ്റ് ഒരു സാധാരണ ആളെങ്ങനെയാണോ ജീവിക്കുന്നത് അതേ ലൈഫും അതേ ക്വാളിറ്റിയിലും ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഗ്യാസ്ട്രോൻട്രോളജിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു പാൻക്രിയാറ്റിക് ക്യാൻസർ, ഒരു സ്റ്റമക് ക്യാൻസർ ഒക്കെ വരുന്നതിനെക്കാട്ടി എത്രയോ നല്ലത് ഒരു കോളൻ ക്യാൻസർ വരുന്നതാണ്. കാരണം കോളൻ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതും അതേപോലെ തന്നെ ഏർലി ഡിറ്റക്ഷനൊക്കെ സാധ്യതകൾ കൂടുതലുള്ള കൊളോണോസ്കോപ്പി പോലത്തെ പ്രൊസീജിയർ ഉണ്ടാകുമ്പോൾ ഡിറ്റക്ഷൻ കൂടുതലും ചികിത്സിക്കാനും ഭയങ്കര നല്ല ഔട്ട്കംസ് ആണ്. ആക്ച്വലി ഒരു നോർമൽ ആൾ ജീവിക്കുന്ന അത്ര തന്നെ കോളൻ ക്യാൻസർ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളതൊരു കാര്യം. നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് സ്ക്രീനിങ് ടെസ്റ്റ്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു സെർവൈക്കൽ ക്യാൻസർ നിങ്ങൾ സ്ക്രീൻ ചെയ്യണം എന്ന് പറഞ്ഞു. അതേപോലെ എന്തെങ്കിലും ഇപ്പോൾ ഒരു 40 years ആയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ആരോഗ്യം ശ്രദ്ധിച്ച് തുടങ്ങുന്നത്, നമ്മളെ ബോഡിയൊക്കെ ഒന്ന് സ്ലോ ആയി തുടങ്ങുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ നമ്മൾ സ്ക്രീനിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് നിങ്ങൾ പറഞ്ഞു യു ഹാവ് ടു ഡു, ഫീമെയിൽസ് ആണെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്, പാപ് സ്മിയർ. വേറെ എന്തെങ്കിലും ഡു യു വോണ്ട് ടു സജസ്റ്റ്? ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് വേൾഡ് വൈഡ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സ്ക്രീനിങ് ഉണ്ട്. അത് നമ്മൾ 40 yearsന് ശേഷം എവറി 1 or 2 years മാമോഗ്രാം ചെയ്യണം. അതല്ല നമ്മൾ ഫാമിലി റിസ്ക് ഉണ്ട്, നമ്മളുടെ സിസ്റ്റേഴ്സിനോ മദേഴ്സിനൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ ബ്രാക്ക ജീൻ അവരുടെ ഫാമിലിയിൽ ഡിറ്റക്റ്റഡ് ആണെങ്കിൽ ആ പേഷ്യൻറ്റ് 30 years തൊട്ട് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഈ സ്ക്രീനിങ്. അത് എവറി 1 to 2 years മാമോഗ്രാം ചെയ്താൽ മതി. അതിൽ ഏർലി ആയിട്ട് എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അത് റിസെക്ട് ചെയ്തിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ സ്ക്രീനിങ് സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് കൊളോണിക് ക്യാൻസേഴ്സ്. കൊളോണിക് ക്യാൻസേഴ്സിൽ യൂഷ്വലി നമ്മൾ 45 years കഴിഞ്ഞ് കഴിഞ്ഞാൽ എവറി 10 years അല്ലെങ്കിൽ 5 to 10 years വെച്ചിട്ട് ഒരു കൊളോണോസ്കോപ്പി ചെയ്യണമെന്നാണ്. എന്നെക്കാട്ടും കൂടുതൽ ഡോക്ടർക്ക് തന്നെ അറിയായിരിക്കും. പോളിപ്പ് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ അത് റിസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫുൾ ബ്ലോൺ ക്യാൻസർ ആകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതല്ല ഈ കൊളോണിക് ക്യാൻസേഴ്സ് ഫാമിലിയിൽ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിലോ സിബ്ലിങ്സിലോ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നേരത്തെ തന്നെ തുടങ്ങണം. ആൾമോസ്റ്റ് ഇപ്പം സപ്പോസ് നിങ്ങളുടെ ഒരു ബ്രദർക്ക് ഒരു 40 years കോളൺ ക്യാൻസേഴ്സ് വന്നെങ്കിൽ ഈ കൊളോണോസ്കോപ്പി നമ്മൾ അറ്റ്ലീസ്റ്റ് 10 years ബിഫോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് 30 years നമ്മൾ കൊളോണോസ്കോപ്പി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ സ്ക്രീനിങ് ഈ 3 ക്യാൻസേഴ്സാണ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉള്ളത്. പിന്നെ ഉള്ളത് ലങ് ക്യാൻസറിനാണ്. ലങ് ക്യാൻസറിന് പക്ഷേ അത് വൈഡ്ലി ആയിട്ട് അപ്ലിക്കബിൾ അല്ല. ചില സെർട്ടൈൻ പോപ്പുലേഷൻ നമ്മൾ എടുക്കും. അതെന്ന് വെച്ചാൽ സ്മോക്കിംഗ് ഹിസ്റ്ററി നമ്മൾ മോർ ദാൻ 20 pack year എന്ന് പറയും. ഒരു പാക്ക് ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡെയിലി ഒരു പാക്കറ്റ് വലിക്കുന്നു, അങ്ങനെ 20 വർഷം വെച്ച് കഴിഞ്ഞാൽ 20 pack year എന്ന് പറയും. അതല്ല നിങ്ങൾ 2 പാക്കറ്റ് നിങ്ങൾ 20 വർഷം വെച്ച് കഴിഞ്ഞാൽ അത് 40 pack year ആവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 20 pack yearനേക്കാളും കൂടുതൽ സിഗരറ്റ് വലിച്ച ഒരാൾ, പിന്നെ മോർ ദാൻ 50 years ഓഫ് ഏജ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഓൺഗോയിങ് സിഗരറ്റ് സ്മോക്കേഴ്സ്, അല്ലെങ്കിൽ ദേ ഹാവ് സ്റ്റോപ്ഡ് ലെസ് ദാൻ 15 years ആയിട്ടുള്ള സ്മോക്കേഴ്സിനെയാണ് നമ്മൾ ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. അത് ലോ ഡോസ് CT സ്കാനാണ് ചെയ്യുക. ലോ ഡോസ് CT അത് ഇയർലി ചെയ്യണം. ഇയർലി ചെയ്യണം. ഭയങ്കര ലോ ഡോസ് ആണ്, റേഡിയേഷൻ റിസ്ക് ഭയങ്കര കുറവായിരിക്കും. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഹാസ് പ്രൂവൺ ഇറ്റ് ഈസ് എഫക്റ്റീവ്, ഇറ്റ് ഹാസ് ബെനിഫിറ്റ്സ്. ഓക്കെ, ദാറ്റ് ഇസ് ന്യൂ, സംതിങ് ന്യൂ. അതായത് സ്മോക്കിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ അബൌവ് 50 years എന്നാണ് പറഞ്ഞത്.
എബോവ് 50 ഇയേഴ്സ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സ്മോക്ക് ചെയ്യാം. Smoking, as a 20 pack years ഉണ്ടെങ്കിൽ it is better that you do it. Yes. And you have to do it every year. യെസ് യെസ്. Till when, like, where, do you stop at any point? അല്ല, ഇപ്പോൾ ആള് സ്മോക്കിംഗ് നിർത്തിയെങ്കിലോ? സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞാൽ യൂഷ്വലി 15 ഇയേഴ്സ് കഴിഞ്ഞാൽ ഓ ശരി. ഒരു 10 ഇയേഴ്സ് കഴിയുമ്പോൾ അതൊരു അതിൻ്റെ റിസ്ക് ഒരു 50% റിസ്ക് റെഡ്യൂസ് ചെയ്യും. സ്റ്റിൽ 15 ഇയേഴ്സ് കഴിഞ്ഞാലും റിസ്ക് ഉണ്ടാവും, പക്ഷേ അത് റീസണബിളി ദിസ് ലൈക്ക് ജസ്റ്റ് അബവ് ദ നോർമൽ പോപ്പുലേഷൻ. ഓക്കെ. ഇനി ഫൈനലി വൺ ഓഫ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്, വിച്ച് ആർ ദ സിംറ്റംസ് ദാറ്റ് യു ഷുഡ്, ഏതൊക്കെ രോഗലക്ഷണങ്ങളാണ് നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്തത്? നമ്മൾ കേരളത്തിൽ പലപ്പോഴും ആൾക്കാരെ തിരക്കിൻ്റെ ജീവിത സാഹചര്യം, ഫാമിലി സിറ്റുവേഷനൊക്കെ വെച്ചിട്ടേ പല ആൾക്കാരും സ്വന്തം ആരോഗ്യം ഇഗ്നോർ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ട്. അതായത് നമ്മൾ ബോഡി ആദ്യം തന്നെ കാണിച്ചു തന്ന പല സിംറ്റംസും പല രോഗലക്ഷണങ്ങളും നമ്മൾ കണ്ടില്ല എന്ന് നടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി പിന്നെ അത് അഡ്വാൻസ്ഡ് ക്യാൻസറായി പോകുന്ന സ്ഥിതി. അപ്പോൾ ഏതൊക്കെ രോഗലക്ഷണങ്ങൾ നിങ്ങൾ ഒരിക്കലും യു ഷുഡ് നെവർ ഇഗ്നോർ, നിങ്ങൾ ഒരിക്കലും അത് അവഗണിച്ച് കളയാൻ പാടില്ലാത്ത ചില രോഗലക്ഷണങ്ങൾ? ഫസ്റ്റ് വൺ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് വെയിറ്റ് ലോസ്. അത് നമ്മൾ ഒരിക്കലും അവഗണിച്ച് കളയാൻ പാടില്ല. പൊതുവേ നമ്മൾ എക്സസൈസ് ചെയ്യാതെ അല്ലെങ്കിൽ ഡയറ്റ് മോഡിഫൈ ചെയ്യാതെ ഉള്ള വെയിറ്റ് ലോസ്, അത് ഒരു സിഗ്നിഫിക്കൻ്റ് തന്നെ മോർ ദാൻ 10% ഓഫ് ദ വെയിറ്റ് ലോസ് ഓവർ 6 months ആണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയും. അങ്ങനത്തെ ഒരാൾ ഒരിക്കലും അത് അവഗണിച്ച് കളയാൻ പാടില്ല. അതെന്തെങ്കിലും ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിസീസിൻ്റെ ഒരു സൈനാണത്. പിന്നെ നമ്മളുടെ ബോഡിയിലുള്ള എവിടെയെങ്കിലും നമ്മുടെ ബോഡി കോണ്ടൂർ എന്ന് പറയും, നമ്മുടെ ബോഡിയുടെ എവിടെയെങ്കിലും നമ്മുടെ അബ്നോർമലായിട്ട് എന്തെങ്കിലും ഷേപ്പ് കാണുകയാണെങ്കിൽ, എവിടെയെങ്കിലും തടിപ്പ്, കഴുത്തിൽ, ത്വക്കിൽ, അതല്ലെങ്കിൽ മുഴകളിൽ, ഗ്രോയിനിൽ എവിടെയെങ്കിലും നമ്മൾ യൂഷ്വൽ നമ്മുടെ ഒരു പാറ്റേൺ വിപരീതമായിട്ട് ചെറുതായിട്ട് പൊങ്ങിയിരിക്കുകയോ തടിച്ചിരിക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതൊരു അലാമിങ് സൈനായിട്ട് എടുക്കണം. പിന്നെ ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ബ്ലഡ് ലോസ് എവിടെയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, വായക്കൂടെ ഛർദ്ദിക്കുക, വോമിറ്റ് ചെയ്യുക, കോഫിൻ്റെ കൂടെ സ്പിറ്റ് ചെയ്യുക, മലത്തിൽ കൂടെ ബ്ലഡ് പോവുക, അതൊക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്തായാലും. പിന്നെ നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും, റിക്കറൻ്റ് ആയിട്ട് വരുന്ന എവിടെയെങ്കിലും വരുന്ന പെയിന്, പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫ്, ബ്രെത്ത്ലെസ്നെസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പോൾ ഫൈനലി വി കം ടു ദ എൻഡ് ഓഫ് അവർ പോഡ്കാസ്റ്റ്. നമ്മൾ ഫൈനലി ഇപ്പം വാട്ട് വിൽ ബി യുവർ ഫൈനൽ അഡ്വൈസ് ടു ഈ നമ്മളെ വ്യൂവേഴ്സ്, ഹൗ ടു റെഡ്യൂസ് ക്യാൻസർ? നിങ്ങൾ പറഞ്ഞു എങ്ങനെ ക്യാൻസർ കുറക്കാൻ പറ്റും. ഏകദേശം 40% ക്യാൻസറും നമുക്ക് വരുന്നത് തടയാൻ പറ്റും എന്നുള്ളത് വലിയൊരു പോയിൻ്റാണ്. അപ്പോൾ ചുരുക്കിയിട്ട്, ലൈക്ക് ഹൗ വിൽ യു ഹാവ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രിവെൻറ്റ് ക്യാൻസർ? നിങ്ങൾ എങ്ങനെ ക്യാൻസർ പ്രതിരോധിക്കും എന്നുള്ളത് ഒന്നൊരു 4-5 പോയിൻ്റായിട്ട്. ഒന്ന്, ഫസ്റ്റ് വണ് സ്മോക്കിംഗ് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഏറ്റവും പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നോ ടു ആൽക്കഹോൾ. തേർഡ് വൺ, റെഗുലറായിട്ടുള്ള എക്സസൈസ്. അതൊരു അറ്റ്ലീസ്റ്റ് 150 to 300 minutes പെർ വീക്ക് ചെയ്യണം. അത് റെഗുലറായിട്ട് ചെയ്യണം. അത് പിന്നെ നമ്മളുടെ ബോഡി വെയ്റ്റ് അഡിക്വേറ്റ് ആയിരിക്കുക. നിങ്ങളുടെ യൂഷ്വലി നമ്മൾ എടുക്കുക, നിങ്ങളുടെ ഹൈറ്റിൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞുള്ള വെയിറ്റാണ് എടുക്കേണ്ടത്. സപ്പോസ് 160 ആണ് നിങ്ങളുടെ ഹൈറ്റ് എങ്കിൽ 60 kg വെയിറ്റ് വെക്കുക എന്നുള്ളതാണ് കോമൺ ആയിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നൊരു വെയിറ്റ്. പിന്നെ ഡയറ്ററി ഹാബിറ്റ്സിൽ നമ്മൾ ചേഞ്ച് ചെയ്തേ പറ്റൂ. നമ്മളുടെ അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദ പ്ലേറ്റ് ഷുഡ് ബി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. നന്നായിട്ട് ഫൈബർ കണ്ടൻറ്റ്, അറ്റ്ലീസ്റ്റ് 30 gram ഫൈബർ കണ്ടൻറ്റ് ഡെയിലി എടുക്കുക. പിന്നെ നമ്മൾ പ്രോട്ടീൻസ് കൂട്ടുക എന്നുള്ളതാണ്. അതിൽ ചിക്കൻ പൾസ് പയറുവർഗ്ഗങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ ഫിഷും നമ്മളുടെ ഫുഡിൽ ആഡ് ചെയ്യാം. പ്രോട്ടീൻ കണ്ടൻറ്റ് യൂഷ്വലി കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് എടുക്കുക. പിന്നെ നമ്മൾ സ്റ്റാർച്ച് എടുക്കുന്ന നമ്മൾ ഹോൾ ഗ്രെയിൻസ് യൂസ് ചെയ്യാനുള്ളതാണ്. വൈറ്റ് റൈസ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ മട്ട റൈസ്, അങ്ങനത്തെ ഗോതമ്പ്, ഓട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ മെഷീൻ കട്ടായിട്ടുള്ള ഓട്സ് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഗ്രെയിൻസ് യൂസ് ചെയ്യാനുള്ളതാണ് അഡ്വൈസബിൾ ആയിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ്ലി വാക്സിനേഷനും സ്ക്രീനിങ്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി വി ക്യാൻ കീപ് ക്യാൻസർ അവേ അല്ലേ. ക്യാൻസർ ഒരു നല്ല രീതിയിൽ തന്നെ അത് ക്യാൻസർ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. കേരളത്തിലുള്ള ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് നമുക്ക് കുറക്കാൻ പറ്റും. സോ താങ്ക് യു ഡോക്ടർ മുഹമ്മദ് റിഫായ് ഫോർ ആക്ച്വലി ജോയിനിങ് അസ്. യുവർ ഫൈനൽ തോട്ട്സ്? ഫൈനലി എനിക്ക് പറയാനുള്ളത്, മിക്ക ആൾക്കാർക്ക് ഇപ്പം ഒരു കൺസെപ്റ്റ് ഉണ്ട്, ക്യാൻസർ വന്നാൽ ഇത് ഡെത്ത് സെൻറ്റൻസ് ആണെന്നുള്ളത്. ആ കൺസെപ്റ്റ് നമ്മൾ ഈവൻ മിക്ക ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ പോലും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഡെത്ത് സെൻറ്റൻസ് ആണ്. അത്
സ്റ്റേജ് 4 ആയി കഴിഞ്ഞാൽ പോലും ഇപ്പോഴത്തെ കാലത്ത് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന റീസെൻ്റ്ലി തന്നെ ഞാൻ ഒ പിയിൽ കണ്ടു, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബോഡി ആയിട്ടുള്ള മനുഷ്യൻ, പക്ഷേ അവർക്ക് ശരീരം മൊത്തം സ്പ്രെഡ് ആയിട്ടുള്ള ലങ് ക്യാൻസേഴ്സ് വന്നു. അവരുടെ പല ഡോക്ടേഴ്സ് അവർക്ക് അഡ്വൈസ് ചെയ്തു ട്രീറ്റ്മെൻ്റ് ഒന്നും വേണം. ബട്ട് സ്റ്റിൽ നമുക്കിപ്പം കുറേ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പീസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരിക്കലെങ്കിലും അത് ട്രൈ ചെയ്യണം. അതൊരു ഒരിക്കലും ഒരു ഡെത്ത് സെൻറ്റൻസ് അല്ല. ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഈവൻ സ്റ്റേജ് 4-നും അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്ന, അവർക്ക് ക്വാളിറ്റി ടൈംസ് വിത്ത് ദെയർ ലൗഡ് വൺസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ക്യാൻസർ ഒരു ഡെത്ത് സെൻറ്റൻസ് ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരിക്കലും നമ്മൾ കരുതാൻ പാടില്ല. ആ മിത്ത് നമ്മൾ ഇപ്പം ചേഞ്ച് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ താങ്ക് യു ഡോക്ടർ മുഹമ്മദ് റിഫായ് ഫോർ ജോയിനിങ് അസ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു. ക്യാൻസറും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സും എന്താണ് കാരണങ്ങൾ എന്നുള്ളതും അതേപോലെ തന്നെ ഇത് എങ്ങനെ തടയാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ഡിസ്കഷൻ ഇതിൽ നടന്നത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം.